ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വരികയാണ് മക്കളെ. അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂരമാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ തവണ ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻസിലെ കുപ്രസിദ്ധിയായ കണ്ടസ്റ്റൻസ് ആരൊക്കെ എന്ന് വെച്ചാൽ കുപ്രസിദ്ധമായ എന്ന് പറഞ്ഞാൽ കൂടുതൽ വൈറലായതും കുപ്രസിദ്ധ സൃഷ്ടിച്ചതുമായ ഒരുപാട് വിവാദങ്ങളിൽ കണ്ടസ്റ്റൻസ് ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വരെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. വേറെ ഒന്നുമല്ല, കുപ്രസിദ്ധി എത്തിയ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് ഈ തവണ ബിഗ് ബോസിലെ? ഒന്നാമത്തെ ആദിത്യൻ ജയനാണ്. പുള്ളി ഒരുപാട് കല്യാണമൊക്കെ കഴിച്ചു, ഒരുപാട് കേസുകളൊക്കെ ഇപ്പോഴും പുള്ളിയുടെ പേര് നടക്കുന്നുണ്ട്. ആദിത്യൻ ജയൻ, ജൂനിയർ ജയൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നടൻ ജയൻ്റെ റിലേറ്റീവാണ് പുള്ളി. പുള്ളിക്ക് അത്യാവശ്യം നല്ല കുപ്രസിദ്ധിയുള്ള മനുഷ്യനാണ്. പുള്ളി അമ്പിളി ദേവിയെ കല്യാണം കഴിച്ചതിന് മുന്നേ വേറെ രണ്ട് കല്യാണം കഴിച്ച് അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ഒരുപാട് കേസുകൾ പുള്ളിക്കെതിരെ അമ്പിളി ദേവി അടക്കം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വാദങ്ങളിൽ ഉള്ള ഒരു വ്യക്തിയാണ് ആദിത്യൻ ജയൻ എന്ന ജൂനിയർ ജയൻ. രണ്ടാമത്തെ പേര് എനിക്ക് പറയാനുള്ളത് രേഖാ രതീഷാണ്. ഈ രേഖാ രതീഷും ഒരുപാട് വിവാദങ്ങളിലൊക്കെ ചാടിയിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങളിൽ ചാടിയിട്ടുണ്ട്. കല്യാണം 2-3 പ്രാവശ്യം കഴിഞ്ഞിട്ട് അതിലൊക്കെ പരാജയപ്പെടുകയും പിന്നെ വേറെ ഒരുപാട് വിവാദങ്ങളിലൊക്കെ നമ്മൾ ഈ അമൃത ടി വിയിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങളിൽ ചാടിയിട്ടുണ്ട് രേഖാ രതീഷ്. പിന്നെ എനിക്ക് പറയാനുള്ള മൂന്നാമത്തെ പേര് രേണുകാ സുധി. കൊല്ലം സുധിയുടെ ഭാര്യയാണ്. കൊല്ലം സുധി മരിച്ചതിന് ശേഷം ഇവർ അഭിനയത്തിലേക്ക് കിടക്കി ഒരുപാട് വിവാദങ്ങളിലേക്ക് ചാടുകയും ചെയ്തിട്ടുണ്ട്. ചിലർക്കൊക്കെ അവരെ ഭയങ്കര ഇഷ്ടം, അവർക്ക് ശരിയാണ്, അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ ഒരുപാട് വിവാദങ്ങളിൽ പുള്ളിക്കാരി ചാടിയിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരിയെ കുറിച്ച് മാത്രമേ ഉള്ളൂ. മിക്ക സോഷ്യൽ മീഡിയയിലും പുള്ളിക്കാരിയുടെ കാര്യങ്ങളാണ് ചർച്ച. ഒരുപാട് വിവാദങ്ങളിലും ഒക്കെ പുള്ളിക്കാരി ചാടിയിട്ടുണ്ട്. ഒരുപക്ഷെ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം നമുക്കെല്ലാവർക്കും അറിയാം, സുധിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്, എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ മരിച്ചതിന് ശേഷം അവർ അഭിനയത്തിലേക്ക് കിടക്കുകയും പിന്നെ അവരെ പറഞ്ഞിട്ട് തെറ്റ് പറയാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ ലൈഫ് നോക്കണം, അവർക്ക് ഒരു കൊച്ചിനെ വളർത്താനുണ്ട്. അപ്പം അവർക്ക് ഈ പറയുന്ന നമ്മളാരും അവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല. അപ്പോൾ അവർ ജീവിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഒരുപാട് വിവാദങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് പ്രശസ്തമാകണം, അല്ലെ പ്രശസ്തിയാകണം എന്നൊരു ധാരണയിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിരിക്കുന്നത്. അത് ബിഗ് ബോസിൽ വരാനുള്ള ഇതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവർ ഒരുപാട് വിവാദങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞാൽ ഞാൻ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ്. താങ്ക് യു.